സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദൈവത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്ന വർഷങ്ങൾ പഴക്കമുള്ള സൗഖ്യത്തിന്റെ മേഖല വെളിപ്പെടുത്തുന്നത് ലൂക്കാസ് സുവിശേഷം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 13, 13-ാം അധ്യായം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം തൊട്ടൊന്ന് വായിച്ചാൽ നമ്മൾ ഒരു രോഗിയെ നമ്മൾ പരിചയപ്പെടും. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു രോഗപീഠയാണ്. നമുക്കൊന്ന് പഠിക്കാം. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 13, 13-ാം അധ്യായം അതിന്റെ 10-ാം തിരുവചനം മുതൽ ഒന്ന് വായിക്കാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്ത വചനം ശ്രദ്ധിച്ചോളൂ. 18 വർഷമായി. 18 വർഷമായി. എത്ര വർഷം? ഒച്ചത്തിൽ പറ. 18 വർഷമായി. എത്ര വർഷം? 18 വർഷമായി. ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. കണ്ടല്ലോ, ശ്രദ്ധിച്ചോ? വചനം ശ്രദ്ധിച്ചോ? ഒന്നും കൂടെ വായിച്ചോ, അതൊന്ന് മനസ്സിലാവട്ടെ. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. ഏതാ രോഗം? കൂന്. കൂന് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നിവർന്നു നിൽക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല. കൂന് പിടിച്ചുപോയി. വചനം പറയുന്നു അതിനൊരു കാരണമുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ഒരാത്മാവ് ബാധിച്ച്. അതിന് കാരണമുണ്ടെന്ന്. 18 വർഷമായി ഈ സ്ത്രീ കൂനിയായി പോകാൻ ചില കാരണങ്ങളുണ്ടെന്ന്. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? നിന്റെ ജീവിതത്തിലും നിനക്കും നിവർന്ന് നിൽക്കാൻ പറ്റാത്ത വണ്ണം, മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ ലജ്ജ തോന്നുന്ന വണ്ണം നിന്റെ ഉള്ളിലും ചില ആത്മാവ് ബാധിച്ച കൂനുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നിന്റെ ഉള്ളിൽ ഒരു കൂനുണ്ട്. തോന്നിയില്ല, ഇരിപ്പ് കണ്ടാ തോന്നിയല്ല, പക്ഷേ ഉള്ളിലൊരു കൂനുണ്ട്. 18 വർഷമായിട്ട് കൂന് പിടിച്ചൊരു സ്ത്രീ, ഒരു ആത്മാവ് ബാധിച്ചിട്ട് കൂന് പിടിച്ചൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. വചനം ഒന്ന് മുന്നോട്ട് വായിച്ചു പോട്ടെ. 12-ാം തിരുവചനം. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എത്ര വർഷം? 18. നമ്മുടെ ആദ്യത്തെ രക്തസ്രാവക്കാരി സ്ത്രീ എത്ര വർഷം? 12. തളർവാദം പിടിച്ച് ബെത്സൈദ കുളക്കരയിൽ കിടന്നവൻ എത്ര വർഷം? 38. ഇവിടെ എത്ര വർഷം? 18 വർഷമായിട്ട് നിവർന്നു നിൽക്കാൻ പറ്റാത്ത വണ്ണം കൂനിയായ പോയ ഒരു സ്ത്രീ. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മാവ് ബാധിച്ചെന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഒരു പൈശാചിക പീഡ. ഇതൊരു പൈശാചിക പീഡയാണ്. നിന്റെ ജീവിതത്തിൽ നിവർന്നു നിൽക്കാൻ പറ്റാത്ത വണ്ണം നിന്നെ വളയ്ക്കുന്ന ചില പൈശാചിക പീഡകൾ നിനക്കുണ്ട്. ഹല്ലേലൂയ. നിന്റെ സ്വാതന്ത്ര്യം മുഴുവൻ നശിപ്പിക്കുന്ന ചില പൈശാചിക പീഡകൾ നിനക്കും എനിക്കും ഉണ്ട്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരി കുറെ നാളായിട്ട് പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ല. ഞാൻ ഈ സഹോദരിയോട് സംസാരിച്ച്, എൻ്റെ പൊന്നു ചേച്ചി ഇതെന്താ കാണുന്നില്ലല്ലോ, പ്രാർത്ഥനയ്ക്കൊന്നും കാണുന്നില്ലല്ലോ. സംസാരിച്ചു വന്നപ്പോൾ ഈ ചേച്ചി പറയാ, അച്ഛാ ഞാനിപ്പോ കുറെ നാളായി പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ല. കൊറോണയ്ക്ക് ശേഷം പൊതുവെ ഇപ്പൊ പ്രാർത്ഥന ഗ്രൂപ്പിലൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ 2019-20 തൊട്ട് ഇപ്പൊ 25ആയി. ഇപ്പൊ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊന്നും പോകുന്നില്ല. 4-5 വർഷമായിട്ട് ഇപ്പൊ പ്രാർത്ഥനയൊന്നും ഇല്ലെന്ന് സംസാരിച്ച് വന്നപ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ സ്ത്രീക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തവണ്ണം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാൻ പറ്റാത്തവണ്ണം ഒരു പൈശാചിക പീഡ പിടികൂടിയിരിക്കുന്നു. എന്താണെന്നറിയോ? ഒരു അശുദ്ധമായ ഒരു ബന്ധം. ഇടവക പള്ളിയിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളോടുള്ള ഒരു അശുദ്ധ ബന്ധം
ഈ സ്ത്രീയുടെ ഉള്ളിൽ കയറിയിരിക്കുക. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? എപ്പോഴും അയാളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കും. കല്യാണം കഴിച്ച് 2 മക്കളുള്ള ചേച്ചിയാ. അയാളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കും. എന്ന് മാത്രമല്ല, വാട്സപ്പിൽ മുഴുവൻ നേരവും മെസ്സേജ് അയച്ചോണ്ടിരിക്കും. 24 മണിക്കൂറും പ്രാർത്ഥനയില്ല. 24 മണിക്കൂറും കുടുംബത്തിന്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വമൊന്നുമില്ല. അയാളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു പൈശാചിക പീഡയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എനിക്ക് പരിചയമുള്ള ഒരു ശുശ്രൂഷകൻ, സ്വന്തം ജീവിത പങ്കാളിയുണ്ട്, മകനുണ്ട്. വർഷങ്ങളോളം ശുശ്രൂഷ മേഖലയിൽ ഉണ്ടായിരുന്ന കരുത്തുറ്റ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. കഴിഞ്ഞ നാളിൽ ഞാൻ കേട്ടു, അയാള് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് താമസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന വലിയ ശക്തനാണ്. കൗൺസിലിങ്ങിന് വന്ന സ്ത്രീയാണ് ഇപ്പോൾ കൂടെയുള്ള സ്ത്രീ. കാര്യം മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് ഈ ബന്ധം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായെന്ന്. സ്വന്തം ജീവിത പങ്കാളിയെ മക്കളും ഉണ്ടെന്ന്. നിസാരപ്പെട്ട കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ മേഖലയുള്ളവർ മാത്രമൊന്നുമല്ല, ഓരോ വ്യക്തിയും ചിന്തിക്കണം. നിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തെ കുനിഞ്ഞു നിർത്തുന്ന, നിന്റെ ജീവിതത്തെ കെട്ടിയിടുന്ന ചില പൈശാചിക ശക്തികളും വ്യക്തികളും മേഖലകളും നമുക്കൊക്കെയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാളെ ഒരു ചേച്ചി ഒന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ യൂട്യൂബില് സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വലിയ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം ചേച്ചി കേൾക്കണം. അല്ല അച്ഛാ, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് എനിക്ക് ഇതുവരെ ആയിട്ടും സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ്റെ പ്രസംഗം മുഴുവനായി കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി ചേച്ചി? ബാറ്ററി പവർ കുറവാണ്. എന്താ ഈ ചേച്ചിയുടെ മൊബൈലിന് എന്താ? അതല്ല അച്ഛാ, ഞാൻ വലിയ ആഗ്രഹത്തിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി യൂട്യൂബിലെടുക്കും. അതിപ്പോൾ ഓൺ ചെയ്ത് വരും. അപ്പൊ അച്ഛൻ്റെ പ്രസംഗം ഇങ്ങനെ വരുന്നതോടൊപ്പം തന്നെ ആ പ്രസംഗത്തിന്റെ മുകളിലും താഴെയുമായിട്ട് വേറെയും ചിലതൊക്കെ വരും. തമ്പിനയിലൊക്കെ ഇങ്ങനെ വരുവേ. അപ്പൊ അത് കാണുമ്പോൾ ഒരു ആകർഷണം തോന്നും. ഞാൻ അറിയാതെ അവിടെ പിടിച്ചൊരു ഞെക്കും. അപ്പൊ അത് വേറെ സ്ഥലത്തോട്ട് ചെല്ലും, പിന്നെ അത് വേറെ സ്ഥലത്തോട്ട് ചെല്ലും. എൻ്റെ പൊന്നച്ചാ, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ. ഇതുവരെയായിട്ടും വട്ടായിലച്ഛൻ്റെ പ്രസംഗം മുഴുവൻ കേൾക്കാൻ പറ്റിയിട്ടില്ല. വേറെ പലതും അനാവശ്യമുള്ളത് എല്ലാ ദിവസവും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചിക്ക് അറിയാമല്ലോ, ഇന്നലെ ചേച്ചി ആഗ്രഹിച്ചിട്ടിരുന്നു, എന്നിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഇന്ന് കേൾക്കണമെന്നൊരാഗ്രഹം വേണ്ട. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റണില്ല അച്ഛാ. എന്താണെന്നറിഞ്ഞുകൂടാ. ഈ മൊബൈൽ ഫോണിൽ അതും ഇതൊക്കെ കാണുമ്പോഴേ അവിടെയൊക്കെ കുത്താനായിട്ട് വല്ലാത്തൊരു ജിജ്ഞാസ. അറിയാതെ കുത്തുമ്പോൾ അത് വേറെ സ്ഥലത്തോട്ട് പോകുന്ന അച്ഛാ. പിന്നെ ഞാൻ അത് കണ്ടു തീരുമ്പോഴത്തേക്ക് അരമണിക്കൂർ കഴിയും. പിന്നെ വേറെ സ്ഥലത്ത് ചെല്ലും. ഇതുവരെ ആയിട്ടും വചന ശുശ്രൂഷ കാണാനും കേൾക്കാനും പറ്റിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തു മനസ്സിലായി? അതായത് ഇതൊരു പൈശാചിക പീഡയാണ്. വലിയ ആഗ്രഹമുണ്ടെന്ന്. CA പഠിക്കുന്ന പെണ്ണ് വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് CA പരീക്ഷ പാസ്സാകണം, ഒരു പേപ്പറും കൂടെ കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞു, നല്ല കാര്യം. എന്താ തടസ്സം? അതെ, സോഷ്യൽ മീഡിയയ്ക്ക് ഞാൻ അഡിക്റ്റാണ്. ഞാൻ പറഞ്ഞു, നീ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യണം. നീ അതിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് വേണ്ടെന്ന് വെക്കണം. എല്ലാം വേണ്ടെന്ന് വെച്ചാ അച്ഛാ, എല്ലാം വേണ്ടെന്ന് വെച്ചു. പിന്നെ എന്താ പ്രശ്നം? അല്ല, ഞാനേ ഓൺലൈനിലാണ് ഈ ഓൺലൈനിലാണ് പഠിക്കുന്നത്. അപ്പൊ യൂട്യൂബിൽ റീൽസ് വരുന്നു. ഇൻസ്റ്റാഗ്രാം വേണ്ടാന്ന് വെച്ചു, വാട്സപ്പ് വേണ്ടാന്ന് വെച്ചു, ഫേസ്ബുക്കും വേണ്ടാന്ന് വെച്ചു. പക്ഷെ അച്ഛാ, ഈ യൂട്യൂബിൽ നോക്കിയിട്ടാണല്ലോ അച്ഛാ ഞാൻ പഠിക്കുന്നത്. ഓൺലൈനാണ്. പക്ഷെ അവിടെ എൻ്റെ അച്ഛാ പഠിക്കാൻ പറ്റുന്നില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇത് ഈ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിന്റെയും അവസ്ഥയാണെന്ന്. വർഷങ്ങളായിട്ട് ചില പൈശാചിക പീഡകൾ നിവർന്നു നിൽക്കാൻ പറ്റാത്ത വണ്ണം നമ്മളെ കുനിച്ചു പിടിച്ചിരിക്കുന്നു. 18 വർഷമായി രോഗിയായി കുനിഞ്ഞു നിൽക്കുന്ന സ്ത്രീ, ഈ സ്ത്രീയുടെ മുമ്പിലേക്ക് ഈശോ വന്നിട്ട് പറഞ്ഞു, സഹോദരി, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. നിന്റെ ബന്ധനത്തെ വിടുവിച്ച് നിനക്ക് രോഗസൗഖ്യം ഇതാ നൽകുന്നു. ഈശോ ആ സഹോദരിയെ സൗഖ്യപ്പെടുത്തിയതുപോലെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് വർഷങ്ങളായിട്ടുള്ള നിന്റെ ജീവിതത്തിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കാൻ ആഗ്രഹിക്കുന്നു. ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്, ഓൺലൈനൊക്കെ ഉള്ളവരും എഴുന്നേറ്റ് നിന്നോണം, കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോണം. പ്രത്യേകിച്ച് കുംഭസാരങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ചില പാപശീലങ്ങൾ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ച്, ചെറുപ്പകാലം മുതൽ കടന്നു വന്ന ചില ദുശീല പീഡകൾ,
ചില ബന്ധങ്ങൾ, ബന്ധ തകർച്ചകൾ സമർപ്പിച്ച് യേശുവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു, 18 വർഷത്തിലധികമായി കുനിഞ്ഞു നിൽക്കുന്നൊരു സ്ത്രീയെ ഞങ്ങൾ മനസ്സിൽ കാണുന്നു. യേശുവേ, അങ്ങ് കടന്നു വന്ന് സ്പർശിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും വർഷങ്ങൾ പഴക്കങ്ങളുള്ള ഈ രോഗപീഠയുടെ മേൽ കർത്താവേ, ഈ പൈശാചിക പീഠയുടെ മേൽ കർത്താവേ, അങ്ങ് ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടണമേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഇതാ ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. നിന്റെ പൈശാചിക പീഡകളെ, നിന്റെ തിന്മയുടെ കെട്ടുകളെ യേശു അഴിക്കട്ടെ. വർഷങ്ങൾ പഴക്കങ്ങളുള്ള എല്ലാ രോഗപീഠകളും, എല്ലാ പൈശാചിക ശക്തികളും, എല്ലാ ശാപപീഠകളും യേശുവിന്റെ അത്ഭുത നാമത്തിൽ വിശുദ്ധീകരിച്ച് സൗഖ്യത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തട്ടെ. ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച് put a cross on your forehead and bless yourself. Praise the Lord. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ വർഷങ്ങൾ പഴക്കങ്ങളുള്ള ചില തടസ്സങ്ങൾ കിടക്കുന്നു. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തീർക്കാം എന്ന് വിചാരിച്ചു, തീർക്കപ്പെടുന്നില്ല. എന്നാൽ യേശുവിന്റെ സാന്നിധ്യത്താൽ സൗഖ്യം, വിടുതൽ പ്രാപിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. 38 വർഷമായി ബെത്സൈദ കുളക്കരയിൽ കിടന്നിരുന്ന തളർവന്ന പാളർവാദം പിടിപെട്ട രോഗി, ആ വ്യക്തിയുടെ സങ്കടം ശരീരം തളർന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായി മനസ്സിൽ വലിയ ഭാരം. എനിക്കാരുമില്ല, എന്നേക്കാൾ കഴിവുള്ളവരാണ് ബാക്കിയുള്ളവരൊക്കെ, എനിക്കാരുമില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന മനസ്സിൽ ഭാരങ്ങളുള്ള അനേകർ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അതിലൊരാളാണ്. ഇതാ ഈശോ നിന്റെ കിടപ്പ് കണ്ട്, നിന്റെ മാനസികാവസ്ഥ കണ്ട് നിന്റെ പക്കലേക്ക് വന്ന് നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. 18 വർഷമായി കൂനിയായി പോയ സ്ത്രീ, ഒരാത്മാവ് ബാധിച്ച് കൂനിയായി എന്ന് പറഞ്ഞാൽ ഒരു പൈശാചിക പീഡയാണ്, ഒരു ദുശീലമാണ്, ഒരു തിന്മയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില തിന്മകൾ വർഷങ്ങളായി നമ്മളെ പിടികൂടിയിട്ടുണ്ടാവും. നിവർന്നു നിൽക്കാൻ പറ്റാത്തവണ്ണം കൂനിയായി പോകുന്ന അവസ്ഥ. ഇതാ ഈശോ നിന്റെ മേൽ അത്ഭുതകരമായ സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്ന. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഇത് സംഭവിക്കട്ടെ. പറഞ്ഞേ ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ. അടുത്ത് നിൽക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് ഇത് സംഭവിക്കട്ടെ എന്ന് പറ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് ഇത് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും മുട്ടുകുത്തിക്കേ. ആയിരിക്കുന്നിടങ്ങളിൽ സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തിക്കോ. നമ്മളൊരല്പസമയം ദൈവസന്നിധിയിൽ നന്നായിട്ട് ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോവാം. വചനത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ച കാര്യങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സമയമാണ്. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. കരങ്ങൾ കൂപ്പി കണ്ണടച്ചോളൂ. പ്രത്യേകിച്ച് നമ്മുടെ വീടിനെ മനസ്സിലൊന്ന് കണ്ടേ. വീട്ടിലുള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 3 മേഖലകളിൽ ഏതെങ്കിലും മേഖലകളിൽ വർഷങ്ങളായിട്ട് കെട്ടുകിടപ്പുണ്ടോ? അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, ഈ ആരാധന സമയത്ത് അവരെ സ്പർശിക്കണമേ. കർത്താവിൻ്റെ ആത്മാവ് അവരിൽ അതിശക്തമായി ഇടപെടട്ടെ. ഒരുപക്ഷെ നമ്മുടെ പരിചയത്തിലുള്ള ചില വ്യക്തികളുണ്ടാവും, ഇടവക കൂട്ടായ്മയിലുള്ളവർ, അയൽവാസികൾ, കൂടെ പഠിച്ചവരൊക്കെ ഇപ്രകാരമുള്ള ചില തടസ്സങ്ങളിൽ കിടപ്പുണ്ടാവും, വർഷങ്ങളായിട്ടുള്ള ചില തടസ്സങ്ങൾ. കർത്താവെ, ഈ ശുശ്രൂഷാം സമയം ആ മേഖലകളിൽ വലിയൊരു വിടുതലുണ്ടാവണമേ. ആഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ദൈവ സാന്നിധ്യം ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നീ ആയിരിക്കുന്നിടത്തേക്ക് നിന്റെ യേശു ഇതാ കടന്നു വന്ന് നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. 12 വർഷമായ രോഗിയായിരുന്ന സ്ത്രീയെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ കർത്താവ് നിന്നെ തൊടുന്നു. 38 വർഷമായ രോഗിയായിരുന്ന വ്യക്തിയെ തൊട്ട കർത്താവ് നിന്നെ തൊടുന്നു. 18 വർഷമായി കൂനിയായി പോയ സ്ത്രീയെ തൊട്ട ഈശോ നിന്നെ തൊടുന്നു. ഇതാ നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഈശോ നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. എൻ്റെ ശരീരത്തിൽ ക്യാൻസർ രോഗമുണ്ടെന്ന് ഒരു തടിപ്പ് കണ്ടതിന് ശേഷം ഭാരപ്പെടുന്ന ഒരു സഹോദരി ദേ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ സഹോദരിയെ തൊട്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, മകളെ ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട, വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകുന്നു. കർത്താവിന്റെ ശക്തി. ഒരു വീട് പണിയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കുടുംബം, കർത്താവ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. കാരണം വർഷങ്ങളായിട്ട് ആ കുടുംബത്തിന്റെ സ്വപ്നമാണ് ഒരു വീട്. കർത്താവ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും കർത്താവ് ഇടപെടുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകുന്നു. വിദേശത്ത് ജോലി ഉണ്ടായിരുന്നു, ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്ന മറ്റൊരു സഹോദരൻ ദേ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കർത്താവ് സഹോദരന്റെ പ്രാർത്ഥന കാണുന്നു. നിന്നിൽ കർത്താവ് ഇടപെടുന്നു. നിന്നിൽ കർത്താവ് ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. കർത്താവിന്റെ കാരുണ്യം നിന്നിൽ വെളിപ്പെടുന്നു. യേശു നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. തലയുടെ ഒരു വശത്ത് വിങ്ങലും വേദനയും തലയ്ക്ക് ഭാരവുമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മകള് വല്ലാണ്ട് വിഷമിച്ചാണ്. ഇതെന്ത് രോഗമാണെന്ന് ആ പെൺകുട്ടി ഭാരപ്പെടുന്നു. മകളെ, കർത്താവ് മകളെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഈശോ കൂടെയുണ്ട്. ഈശോ കൂടെയുണ്ട്. വിഷമിക്കണ്ട, ഈശോ കൂടെയുണ്ട്. യേശുവിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഭാരം ഈശോ മാറ്റുന്നു. ഭാരം ഈശോ മാറ്റുന്നു. അനേകരുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ഭാരം ഈശോ മാറ്റുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചേ. 12 വർഷമായി രോഗിയായിരുന്ന രക്തസ്രാവക്കാരി, 38 വർഷമായിട്ട് ബെത്സയിദ കുളക്കരയിൽ കിടന്നിരുന്ന രോഗിയായ വ്യക്തി, 18 വർഷമായി കൂനിയായിരുന്നൊരു സ്ത്രീ, ഈ 3 പേരും നിന്നെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. സൗഖ്യം യേശുവിലൂടെ സംഭവിക്കും. അതിനെന്താ ചെയ്യേണ്ടെന്നറിയോ? ഇനിയുള്ള നിന്റെ നാളുകൾ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഈശോയുടേതാണ്, ഈശോയുടേതാണെന്ന് പ്രഖ്യാപിക്കണം. പ്രാർത്ഥന കൂട്ടണം. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് സാത്താൻ ഇരിക്കാൻ പറ്റത്തില്ല, തടസ്സത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. എത്ര വർഷം പഴക്കമുള്ള കെട്ടുകളാണെങ്കിലും കർത്താവ് അഴിക്കും. ആരാധന ഉയർന്നാൽ, പ്രാർത്ഥന ഉയർന്നാൽ പിശാചിനിരിക്കാൻ പറ്റത്തില്ല. മുട്ടുകുത്തിക്ക്. ഈശോയുടെ ആശീർവാദമൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി ദേ കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ആത്മീയ അവസ്ഥ എങ്ങനെയുണ്ട്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ? കർത്താവ് ചോദിക്കുക. ഇതൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ ഇത് ചെയ്യണം. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് പിശാചിനിരിക്കാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. യെസ്, എൻ്റെ ഉള്ളിൽ ഇത് സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ട അഭിഷേകം കർത്താവെ എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ദേ ഭാരപ്പെടുന്നൊരു സഹോദരി, ഒരു അമ്മയാണ്, വിഷമിക്കുന്നുണ്ട്. വിഷമിക്കണ്ട, ഞാൻ മാത്രം ഇങ്ങനെ അല്ലേ? അതല്ലേ അമ്മയുടെ സങ്കടം. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രം ഇങ്ങനെ സഹിക്കുന്നു, ബാക്കി എല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നു, ഞാൻ മാത്രം എന്താ ഇങ്ങനെ? ഞാൻ മാത്രം. അമ്മയുടെ കണ്ണുനീരിലൂടെയും വേദനയിലൂടെയുമാണ് ആ വീട് നിലനിൽക്കുന്നത്. അതേന്ന് ആ പ്രാർത്ഥന കൊണ്ട് ആ വീട് നിലനിൽക്കുന്നത്. നന്ദി പറഞ്ഞോ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞോ. ഹല്ലേലൂയ. കണ്ണു തുറന്നേ അൾത്താരയിലേക്ക് നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിച്ചു കൊള്ളണം. ഇന്ന് നമ്മൾ പഠിച്ചതും പ്രാർത്ഥിച്ചതുമായ മേഖലകൾക്ക് മേൽ യേശു നൽകുന്ന വലിയ സൗജന്യ രക്ഷയാണ്, സൗഖ്യമാണ്, വിടുതലാണ്. സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന
ആരാധന യേശുവേ ആരാധന 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 ഈശോയെ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമ